RJ Sean. ഈ ആഴ്ച തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. കൗതുകം, ഈ ആഴ്ച തന്നെയാണ് രക്ഷാബന്ധനം. ഇത് ക്ലബ് FM-ൽ എന്റെ കൂടെ സിനിമ കമ്പനി ഡയറക്ടറാണ് മമാസ്. മമാസിന്റെ ഏറ്റവും ഇഷ്ടം ഏതാണ്? ഫ്രണ്ട് ആക്കുന്നതാണോ സിസ്റ്റർ ആക്കുന്നതാണോ പെൺകുട്ടികളെ? ഫ്രണ്ട് ആക്കുന്നതാണ്. സിസ്റ്റേഴ്സ് ആയ നമുക്ക് ഒരുപാട് ജോലികളല്ലേ ഷാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ചങ്ക് തകരുന്നത് എപ്പോഴും പ്രേമിച്ച പെണ്ണ് ബ്രദർ ആക്കുമ്പോ, പ്രേമിച്ച പെണ്ണ് ഫ്രണ്ട് ആക്കുമ്പോ. ഈ രണ്ടും ഒരേ അവസ്ഥയാണ്. ബ്രദർ ആയാലും ഫ്രണ്ട് ആയാലും നമുക്കല്ലല്ലോ. എനിക്ക് നീ ബ്രദറിനെ പോലെയാണ്, എനിക്ക് നീ ഫ്രണ്ടിനെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇടുക്കിയിൽ വെച്ചിട്ട് ഒരു ഇടുങ്ങിയ ഇടവഴിയിൽ അവൾ എന്നും രാവിലെ അവിടെയൊക്കെ ഇങ്ങനെ രാവിലെ എന്നും കുറെ കുപ്പികളൊക്കെ ആയിട്ട് ഇങ്ങനെ പാല് വിൽക്കുന്ന പെൺകുട്ടി. അല്ലല്ല, മേടിക്കാൻ പോകുന്നതാണ്, വീട്ടിലേക്ക് മേടിക്കാനായിട്ട് പോകുന്നതാണ്. ഇത് കാണാനായിട്ട് ഞാൻ പോയി നിൽക്കും. കുറെ ദിവസം നിന്നു, കുറെ നാളെ നിന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇടവഴിയിൽ തടഞ്ഞു നിർത്തിയാണ് പറഞ്ഞത്. അതെ, അന്നേരം ഭയങ്കര ചങ്കൂറ്റം തോന്നി. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല പറയണ്ടത്. പക്ഷെ അത് പിന്നെ കറങ്ങി തിരിഞ്ഞ് വഴിക്ക് വന്നു. എന്നാ പോലും ആദ്യത്തെ പറച്ചിൽ ഇതായിരുന്നു. അയ്യോ പാവം, കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആയി. സഹോദരി ആരുടെയോ സഹധർമ്മിണി. അതെ അതെ. സിനിമാ കമ്പനിയിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, കൂട്ടത്തിലൊരു കുട്ടി. അതെ, ഫ്രണ്ട്ഷിപ്പിന്റെ ഗ്യാങ്ങിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഭയങ്കര രസമാണ്. നമ്മുടെ ടീം ഒന്നുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. ആണുങ്ങളുടെ വിചാരം മാത്രമല്ല, ഒരു പെൺവിചാരം കൂടെ എന്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിൽ ഇരിക്കുന്ന ആ കാര്യത്തിൽ ഒരു ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അത്യാവശ്യം ഏൺ ചെയ്യുന്ന കുട്ടിയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ. കടം മേടിക്കാം. ഗ്യാങ്ങിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കടം മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണോ വേണ്ടോ? യൂഷ്വലി കൊടുക്കാറില്ല. ഫ്രണ്ട് അല്ലേ, എന്തിനു കൊടുക്കണം, എന്തിനു മേടിക്കണം? അവൻ തിരിച്ച് കടം മേടിക്കുമ്പോൾ തിരിച്ചു തരൂല. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയിട്ടുണ്ടോ? പിന്നെ എപ്പോഴും മിക്ക പടത്തിനും അങ്ങനെയൊക്കെ തന്നെ. സിനിമാ കമ്പനിയിലെ ശിവാജിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ കാണുകയാണെങ്കിൽ ഏത് പടം കാണണം? രജനി പടം. റഹ്മാൻ എന്തിറക്കാലും നമുക്ക് ഓക്കെയാന്ന് പറഞ്ഞ പോലെ രജനീകാന്ത് എന്തിറക്കാലും നമുക്ക് ഓക്കെയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് തകർന്നു പോയ ഒരു പടം കന്ദസ്വാമി. അയ്യോ തകർന്നുപോയി. ആ പടവും തകർന്നു പോയല്ലോ, അതുകൊണ്ടായിരിക്കും. ക്ലബ് FM-ൽ എന്റെ കൂടെ ഇന്ന് സിനിമയെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ സിനിമാ കമ്പനി ഡയറക്ടർ മമാസ്. ഇത് ടൺ കണക്കിന് ഫൺ. RJ Sean. സിനിമാ കമ്പനി എന്നുള്ള സിനിമ ശരിക്കും സിനിമ പിടിക്കുന്ന കുറെ പിള്ളേരുടെ കഷ്ടപ്പാടാണ്. അതെ അതെ. സിനിമാ കമ്പനി എന്ന് സിനിമ പിടിക്കാൻ മമ്മാസ് അനുഭവിച്ച കഷ്ടപ്പാട് എന്തൊക്കെ? ഷാനെ, പാപ്പിയപ്പച്ച എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് 2 വർഷം ആയി. ഈ 2 വർഷത്തിനിടയിൽ ഞാനൊരു പ്രൊഡ്യൂസറെ തപ്പലായിരുന്നു ഏറ്റവും വലിയ പണി. 2010 2011 നമ്മൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഹ്യൂജ് ആണ്. ട്രാഫിക്കിന് മുമ്പും ട്രാഫിക്കിന് ശേഷം എന്ന് പറയേണ്ടി വരും. എന്താ ട്രാഫിക്കിന് മുമ്പ് ട്രാഫിക്കിന് ശേഷം? ട്രാഫിക്കിന് മുമ്പ് എങ്ങനെയായിരുന്നു? വലിയ പാടാണ്. ഒരു പുതിയ കോൺസെപ്റ്റ് ആയിട്ട് ആൾക്കാരെ പോയി കൺവിൻസ് ചെയ്യാന്നുള്ള വലിയ പാടായിരുന്നു. ശ്രീ രാജേഷ് പിള്ള എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം ഒരുപാട് അലഞ്ഞതിന് ശേഷമാണ് ഈ പടത്തിന് അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്നത്. അതേപോലുള്ള ഒരു റിസ്ക് ആദ്യത്തെ പടത്തിൽ എടുക്കാൻ എനിക്ക് പറ്റില്ല, ആദ്യത്തെ സിനിമയിൽ എടുക്കാൻ. സ്ക്രിപ്റ്റുമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ സിനിമാ കമ്പനി അതിന് മുമ്പേ എഴുതി വെച്ചൊരു പടമാണ്. അത് എടുക്കാൻ ആളെ കിട്ടാതെ വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പാപ്പിയപ്പച്ച എന്ന സിനിമയിലേക്ക് തിരിഞ്ഞത്. എങ്ങനെയൊക്കെയാണ് അവർ പ്രതികരിക്കുക? ഓരോ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രതികരണം? എല്ലാവർക്കും കഥ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്, പക്ഷെ പടം ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് പറയാം, ഈ ഫിലിമിനകത്ത് കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രതികരണം കാണിക്കുന്നുണ്ട്. ലൈക്ക് വൈസ് സിനിമാ കമ്പനിയുടെ സ്ക്രിപ്റ്റും കൊണ്ടുപോയപ്പോ ഓരോ പ്രൊഡ്യൂസറിന്റെ പ്രതികരണം ഡയലോഗുകൾ മാത്രമായി പറയാമോ? മോനെ, കഥയൊക്കെ കൊള്ളാം, പക്ഷെ ഇത് ഓടത്തില്ല. ഒരു പ്രൊഡ്യൂസർ. അടുത്തത് പിന്നെ കഥ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു, പക്ഷെ പുതിയ ആൾക്കാർ വെച്ച് ചെയ്യാൻ വലിയ പാടാ. അങ്ങനത്തെ കുറെ കമന്റ്സ് ഓരോ തവണ കേൾക്കുമ്പോൾ പിന്നെ മമാസ് എന്താ ചെയ്യുക? എന്റെ കോൺഫിഡൻസ് കൂടി വരും. അല്ല, ഇത് ഓടും, ഇതിന്റെ സബ്ജക്ട് നല്ലതാണ് എന്നുള്ള തീർച്ചയായിട്ടും ഉള്ള ഒരു എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് സിനിമാ കമ്പനി സിനിമയാക്കാൻ അനുഭവിച്ചത്? പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണായിരുന്നു, ടൺ കണക്കിന് ഫണ്ണായിരുന്നു. പിന്നെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് എപ്പോഴും മലയാള സിനിമയിൽ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. നല്ല തിയേറ്റേഴ്സ് കിട്ടണം, അതിന് തയ്യാറായിട്ട് തിയേറ്റേഴ്സ് വരിക എന്നുള്ളതാണ്. പുതിയ സിനിമകളെ അംഗീകരിക്കാൻ തിയേറ്റേഴ്സ് റെഡി ആകണം. പിന്നെ ആയാലും നമുക്ക് കറക്റ്റായി പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതും പ്രശ്നമാണ്. പുതിയ പിള്ളേരെ വെച്ച് പടം പിടിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് മമാസ് വിത്ത് us on Club FM Star Jam ടൺ കണക്കിന് ഫൺ. ഇനി AK47 എന്റെ കൂടെ എന്റെ ഡയറക്ടർ മമാസ്. സ്പെല്ലിംഗ് എന്താ? MAMAS. MA ആണോ BA ആണോ? ഒന്നുമല്ല, 10ാം ക്ലാസ്സും കുസ്തിയും. സീരിയസ്ലി സിനിമയിലെത്താൻ എന്തെങ്കിലും ബിരുദം വേണോ? വേണ്ട, അത്യാവശ്യം സയൻസ് മതി, ബിരുദമല്ല. മമാസ് ഡയറക്ടറായി 2 പടം പിടിച്ചു. 10 മാർക്ക് ഇടണമെങ്കിൽ മമാസിന് എത്ര കൊടുക്കും? 6. മമാസിന്റെ പടത്തിന് എത്ര കൊടുക്കും? പപ്പിയപ്പച്ച 6, സിനിമാ കമ്പനി ഒരു 8. ശരിക്കും ഇതിൽ കഷ്ടം എന്താണ്? അനുഭവം കൊണ്ട് പറയാം. ഒരു ആക്ടർക്ക് ഡയറക്ടറിനെ കിട്ടാൻ, ഒരു ഡയറക്ടർക്ക് പ്രൊഡ്യൂസറിനെ കിട്ടാൻ. ഏറ്റവും കഷ്ടം ഡയറക്ടർക്ക് പ്രൊഡ്യൂസറെ കിട്ടാനാണ്. ആണോ?
ഇപ്പൊ എന്റെ അനുഭവം പറയാം. പാപ്പിയപ്പച്ച പോലെ ഒരു ഹിറ്റ് പടം എടുത്തിട്ട് എനിക്ക് സിനിമാ കമ്പനി ഈ എന്ന സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഇല്ലായിരുന്നു. കാരണം അത് പുതുമുഖങ്ങളെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് പ്രൊഡ്യൂസർ ഇല്ലായിരുന്നു. അതേസമയം ഒരു സ്റ്റാർ പടം ചെയ്യാനാണെങ്കിൽ ധാരാളം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് താനും. ഒരുപാട് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. 2 വർഷത്തെ കഷ്ടപ്പാടാണ് സിനിമാ കമ്പനി. ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയാമോ എന്ന് പറയണം. ഓപ്ഷൻ എ, പടം പെട്ടിയിലായ പ്രൊഡ്യൂസർ. അറിയാലോ, പക്ഷെ പേര് പറയൂല. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? ഇഷ്ടം പോലെ. അവരെങ്ങനെയാ? ഇപ്പോഴും പെട്ടിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കുറെ പേരുണ്ട്. കമലഹാസന്റെ പടം വരെ പെട്ടിയിലിരിക്കുന്നു. പിന്നെയാണ് മരുന്ന് നായ എന്ന് പറഞ്ഞ പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിന്റെ റീസൺ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റീസൺസ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ, റോള് കയ്യിൽ കിട്ടിയിട്ട് പിന്നീട് കൈവിട്ടു പോയ ആക്ടേഴ്സ്. അതായത് നീയാണ് ഹീറോ എന്ന് പറയുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് നീ അല്ല ഹീറോ. അങ്ങനെ അറിയാലോ, ഈ അടുത്തിടയ്ക്ക് അവർ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഒരു പുതിയ പയ്യൻ അവനെ ഹീറോ ആക്കി ഫിക്സ് ചെയ്ത് അനൗൺസ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അവനെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺ വേറെ ആയിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രൊഡ്യൂസറാൽ പറ്റിക്കപ്പെട്ട ഡയറക്ടേഴ്സ് അതുകൊണ്ട് തിരിച്ചുകൊണ്ട് ഡയറക്ടേഴ്സിനാൽ പറ്റിക്കപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമോ? നഷ്ടം കൂടുതൽ പ്രൊഡ്യൂസറിനായിരിക്കും. ഒരു ഇന്റർവ്യൂവിൽ ഒരു പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സിന് സെൻസ് വേണമെന്ന്. സെൻസ് ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ? ശരിക്കും ഇഷ്ടം പോലെ ഉണ്ട്. അതായത് കയ്യിൽ കുറെ പൈസയും മനസ്സ് നിറയെ ആഗ്രഹമായിട്ട് വരും. പക്ഷെ ഇൻഡസ്ട്രിയെ അറിയാതെ പടം പിടിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇതിനകത്തുള്ള കളികളെക്കാൾ കൂടുതൽ ഒരു സിനിമയിൽ എവിടെയൊക്കെ പൈസ ചെലവഴിക്കണം, എവിടെയൊക്കെ ചെലവഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഇല്ലാതെ പടം പിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. And Mamas is here with me on Club FM. Star Jam. It's a ton kanakina fun. Star Jam with RJ Sean. ഈ ആഴ്ചയാണ് കറണ്ട് ഇല്ല, കറണ്ട് ചാർജ് കൂട്ടി, പകുതി ഇന്ത്യയും ഇരുട്ടിലായി എന്നൊക്കെ കേൾക്കുന്നു. എന്റെ കൂടെ ഇടുക്കിയിലെ ഒരു കൂട്ടുകാരനാണ്. ഹിസ് നെയിം ഈസ് മമാസ്. ഇടുക്കി ഡാമിനെ കുറിച്ച് എന്തറിയാം? കേരളത്തിന്റെ ഒരു പവർ സോഴ്സ് എന്നുള്ള നിലയിൽ ഇടുക്കി ഡാമിനുള്ള നമുക്ക് ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വെളിച്ചമാണ് അല്ലെ. ഇടുക്കി ഡാമിന്റെ താഴെ പോയിരുന്നാൽ ഒരു വല്ലാത്ത അനുഭവമുണ്ട്. അത് ഒന്നാമത് ഭയങ്കര ഹ്യൂജ് ആണ് സാധനം. 2 മലകൾക്കിടയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് അത്ഭുതം തോന്നും. ആ കാലത്ത് ഇവർ ഇതെങ്ങനെ ഉണ്ടാക്കി? ഇത്രയും കഷ്ടപ്പെട്ട് സിമെന്റ് അല്ലല്ലോ അന്നത്തെ കാലത്ത്. സിമെന്റിന് പകരം ശർക്കരയും ടിപ്പു സുൽത്താനൊക്കെ കോട്ട ഉണ്ടാക്കിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് സാധനം ചെയ്യുന്നത്. ഒരു വലിയ തുരങ്കം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈശാലി ഗുഹ എന്ന് പറയുന്ന നമ്മുടെ വൈശാലി സിനിമയിൽ കാണിക്കുന്ന ഗുഹ. ഇടുക്കി ഡാമിന്റെ താഴെ നിന്നിട്ട് മതിലിനോട് ചേർന്ന് നിൽക്കുക. ഏറ്റവും ബോട്ടം താഴെ നിന്ന് ചേർന്ന് നിന്നിട്ട് മുകളിലേക്ക് നോക്കണം. കിടുങ്ങി പോകും പറഞ്ഞാൽ ഇത്ര വരെ അനുഭവം എനിക്ക് മുമ്പ് ഒരിക്കലും അതിന് ശേഷം ഉണ്ടായിട്ടില്ല. കാരണം ഡാം നമുക്ക് മുകളിലേക്ക് ഒരു പാമ്പ് ഇങ്ങനെ പത്തി വരിച്ച് നിൽക്കുന്ന പോലെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ തലയ്ക്ക് ഒരുപാട് മുകളിൽ നമ്മളിങ്ങനെ വിഴുങ്ങി നിൽക്കുന്ന പോലെ ഒരു പാമ്പ് പത്തി വരിച്ച് നിൽക്കുന്ന പോലെയാണ് ഇടുക്കി ഡാമിന്റെ ഒരു റാ ഷേപ്പിൽ. എനിക്ക് വല്ലാത്ത ഫീലാണ്. ഇടുക്കി ഡാമിന് വെച്ചൊരു പടം പിടിച്ചൂടെ? ഇടുക്കി ഡാമിന് വെച്ച് പടം പിടിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഡാം 999 എന്ന് പറഞ്ഞിട്ട് സിനിമ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. Star Jam. Ton kanakina fun.